വരുന്ന ഒരു വാർത്ത, നെയ്യാറ്റിൻകരയിൽ സമാധിയിരുത്തിയ ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ഹൃദയവാൽവിൽ 2 ബ്ലോക്ക് ഉണ്ടെങ്കിലും മരണകാരണം ഇതാണോ എന്നത് വ്യക്തമല്ല. ആന്തരിക അവയവങ്ങളെ രാസപരിശോധനാ റിപ്പോർട്ട് വന്ന ശേഷമേ അന്തിമ റിപ്പോർട്ട് ലഭ്യമാകൂ. കാലിലെ മുറിവ് പ്രമേഹത്തെ തുടർന്നുണ്ടായതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇനിയും രാസപരിശോധനാ റിപ്പോർട്ട് വരണം. ഇത് മരണകാരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഴിത്തിരിവിലേക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കടക്കുന്നുണ്ടോ? എന്താണ് പറയുന്നത്? ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ ആ രീതിയിൽ അത്രയ്ക്ക് അങ്ങനെ മരണകാരണം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒന്നും വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി, ഗോപന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റിയുള്ള വിവരങ്ങളാണ് പ്രധാനമായി റിപ്പോർട്ട് ഈ ഭാഗത്ത് പരാമർശിക്കുന്നത്. അദ്ദേഹത്തിന് കാലുകളിൽ മുറിവുണ്ടായിരുന്നു. അത് ഈ പ്രമേഹ രോഗികൾക്ക് സാധാരണ ഉണ്ടാകാറുള്ള മുറിവാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അസ്വാഭാവികതയൊന്നും കാണാൻ കഴിയില്ല. പ്രമേഹത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു മകൻ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. പ്രമേഹത്തെ തുടർന്ന് ഉള്ള പരിശോധന പ്രമേഹത്തെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഹൃദയ വാൽവുകൾക്കും തകരാറുണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഹൃദയവാൽവുകൾക്കും തകരാറുണ്ടായിരുന്നു എന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ആന്തരിക പരിശോധന ഫലത്തിന്റെ പ്രധാന വരിക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമാകും എന്താണ് യഥാർത്ഥ മരണകാര്യം എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തതയുണ്ടാവുക. രാസപരിശോധനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അത് എപ്പോഴത്തേക്കായിരിക്കും എത്തുക? ഇതിൽ പൂർണ്ണമായി ചിത്രം വ്യക്തമാകാൻ അത് സംബന്ധിച്ചുള്ള സൂചനകൾ എന്താണ് അരുൺ? ഏതാണ്ട് 10 ദിവസത്തിനുള്ള റിപ്പോർട്ട് പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വിശദമായ റിപ്പോർട്ട് എന്താണ് യഥാർത്ഥ മരണകാരണം എന്ന കാര്യത്തിൽ വ്യക്തമായി ഈ ആന്തരിക പരിശോധന റിപ്പോർട്ടാണ് ഫലം പറയേണ്ടത്. അദ്ദേഹത്തിന് അസ്വാഭാവികത ഇല്ല എന്നൊരു പ്രാഥമിക സൂചന നേരത്തെ പുറത്തു വന്നു. പക്ഷെ പോലീസും പോസ്റ്റ്മോർട്ടം നടത്തി ഫോറൻസിക് സംഘവും ആ രീതിയിൽ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഈ ആന്തരിക പരിശോധനാ ഫലമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശരീരത്തിന്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ മറ്റു വിഷാംശങ്ങളോ അല്ലെങ്കിൽ അതുമല്ല ഈ മരണത്തിന് മുമ്പാണ് ഈ കല്ലറയിലേക്ക് ഈ സമാധി സ്ഥലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ശരീരം കൊണ്ടുപോയതെങ്കിൽ അങ്ങനെയുള്ള പാടുകളോ അല്ല അത്തരം കാര്യങ്ങളൊക്കെ വീണ്ടും അറിയാനുണ്ട്. അതുകൊണ്ട് തന്നെ ആന്തരിക പരിശോധനയാണ് ഏറ്റവും നിർണായകം. നിലവിൽ അദ്ദേഹത്തിന് രോഗമുണ്ടായിരുന്ന കാര്യം മക്കൾ തന്നെ സ്ഥിരീകരിച്ചതാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ ഈ റിപ്പോർട്ട് ശരിവയ്ക്കുന്നുമുണ്ട്. ഹൃദയസ്തംഭനം എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിലൊക്കെയാണ് ഇനി വ്യക്തത വരേണ്ടത്. അത് ഈ ആന്തരിക പരിശോധന ഫലം കൂടി വന്ന ശേഷം മാത്രമേ വ്യക്തമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിൽ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയാണ് അന്വേഷണ സംഘവും കാത്തിരിക്കുന്നത്. അതായത് അരുൺ, ഒറ്റ കാര്യം കൂടി, പ്രമേഹവുമായി ബന്ധപ്പെട്ടും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ സംബന്ധിച്ചും അത് കുടുംബം പറയുന്നതിനപ്പുറത്തേക്കുള്ള മറ്റു ചിത്രങ്ങൾ ഇതിനകത്ത് വരുന്നില്ല തൽക്കാലത്തേക്കെങ്കിലും? തീർച്ചയായും അദ്ദേഹത്തിന് അസുഖമുണ്ടായിരുന്നു, മരുന്ന് കഴിക്കുന്നു, BP-യുടെയും അതുപോലെ തന്നെ പ്രമേഹത്തിന്റെയും ഒക്കെ മരുന്ന് ഗോപൻ കഴിച്ചിരുന്നു എന്ന് മക്കളുടെ മൊഴി ആദ്യഘട്ടം മുതലുണ്ട്. അവർ ആദ്യമൂലെ കാണുമ്പോൾ വ്യക്തമാക്കിയിരുന്നു. അതൊക്കെ ഇപ്പൊ പരിശോധനാ ഫലം ശരിവയ്ക്കുന്നുണ്ട്. അതിനുശേഷം എണീറ്റ് നടക്കാൻ കഴിയാതിരുന്ന ആൾ എങ്ങനെ ഈ കല്ലറയിലേക്ക് പോയി കിടന്നു എന്ന കാര്യമാണ് ഇനി വ്യക്തത വരേണ്ടത്. മരണശേഷമാണോ അദ്ദേഹത്തെ അവിടേക്ക് മാറ്റം അല്ലെങ്കിൽ ഏത് ദുരൂഹതയിലുണ്ടോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. ആന്തരിക പരിശോധനാ ഫലം കൂടി വരുമ്പോൾ ഈ അദ്ദേഹത്തിന്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ വ്യക്തമായതാണ്. അതൊക്കെ എങ്ങനെ സംഭവിച്ചതാണ് എന്ന കാര്യത്തിലൊക്കെയാണ് ഇനി സ്ഥിരീകരണം വരേണ്ടത്. അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുപോലെ ആന്തരിക പരിശോധനാ ഫലവുമാണ് ഏറ്റവും നിർണായകം. അത് പുറത്തു വന്നാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം അറിയാൻ കഴിയൂ. ഇതിൽ ദുരൂഹത ഇപ്പോൾ ഉള്ളത് മാറണമെങ്കിലും അല്ല അതിൽ ശരിയുണ്ടെന്ന് സ്ഥാപിക്കണമെങ്കിലും ഈ ആന്തരിക പരിശോധനാ ഫലമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റൈറ്റ്. വി അരുൺ വിവരങ്ങൾ നൽകിയത്. ഏതായാലും